ദേശാഭിമാനി മുഖപ്രസംഗം 2024 സെപ്റ്റംബർ 2. പശുവിൻ്റെ പേരിൽ മനുഷ്യജീവനെടുക്കുന്ന വർഗീയത. ഭക്തി ചൂഷണം ചെയ്തും തീവ്ര വർഗീയത സൃഷ്ടിച്ചും കള്ളങ്ങളിൽ അഭിനമിച്ചുമാണ് BJPയുടെ വളർച്ച. ഭൂരിപക്ഷ മതത്തിൻ്റെ ആളുകളായി ചമഞ്ഞ് രാജ്യമാകെ വർഗീയ ചേരിതിരിവുണ്ടാക്കിയാണ് ഇവരുടെ നിലനിൽപ്പ്. അധികാരത്തിലേറി 10 വർഷം കഴിഞ്ഞിട്ടും തീവ്ര വർഗീയ പ്രചരണവും അതിൻ്റെ പേരിലുള്ള കൊലപാതകവും അവർ അഭംഗരം തുടരുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ഹരിയാനയിലുണ്ടായ ആൾക്കൂട്ട കൊലപാതകം തെളിയിക്കുന്നത്. ഉത്തരേന്ത്യയിലെ വലിയൊരു ജനവിഭാഗം പശുവിനെ പൂജിക്കുന്നവരാണ്. വിദ്യാഭ്യാസം കുറഞ്ഞ ഗ്രാമീണ ജനത പരമ്പരാഗതമായി തുടരുന്ന വിശ്വാസത്തെ സംഘപരിവാർ എങ്ങനെ രാഷ്ട്രീയമായി മുതലെടുക്കുന്നുവെന്നതിൻ്റെ തെളിവാണ് പശു സംരക്ഷണത്തിൻ്റെ പേരിൽ തുടരുന്ന സംഘർഷവും കൊലപാതകങ്ങളും. ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഹരിയാനയിലെ ചാർഖി ദാദ്രിയിലുണ്ടായത്. പാഴ്വസ്തുക്കൾ പെറുക്കി വിറ്റ് ജീവിക്കുന്ന യുവാവിനെ ഗോസംരക്ഷണ സേനയുടെ പേരിൽ ഒരുപറ്റം ആളുകൾ നിഷ്കരണം അടിച്ച് കൊല്ലുകയായിരുന്നു. പശുമാംസം ഭക്ഷിച്ചുവെന്നാരോപിച്ചാണ് പശ്ചിമ ബംഗാൾ സ്വദേശി സാബിറിനെ തടിക്കഷ്ണം കൊണ്ട് മർദ്ദിച്ച് കൊന്നത്. കൂടെ ഉണ്ടായിരുന്ന അസം സ്വദേശി അസറുദ്ദീനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ താമസ സ്ഥലത്ത് നിന്ന് അടുത്തുള്ള കടയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയായിരുന്നു മർദ്ദനം. അവിടെയുള്ളവർ ഇടപെട്ടപ്പോൾ ആളൊഴിഞ്ഞ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അടിച്ചു കൊല്ലുകയായിരുന്നു. മനുഷ്യന് മൃഗത്തിൻ്റെ വില പോലും നൽകാത്തവരാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിൽ. വീഡിയോ എടുത്ത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനും ഇവർക്ക് മടിയുണ്ടായില്ല. ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ പ്രായപൂർത്തിയാകാത്ത 2 പേരുൾപ്പെടെ 7 പേർ പിടിയിലായി. എല്ലാവരും ഗോരക്ഷാ പ്രവർത്തകരാണെന്നാണ് FIRൽ പറയുന്നത്. BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയിലും ഗോരക്ഷയുടെ പേരിൽ കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായി. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വയോധികനെ കയ്യിൽ ബീഫ് ഉണ്ടെന്ന് ആരോപിച്ച് ആളുകൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ജൽഗാവ് സ്വദേശിയായ ഹാജി അഷ്റഫ് മുംബൈ കല്യാണിലുള്ള മകളുടെ അടുത്തേക്ക് പോകുമ്പോഴായിരുന്നു വർഗീയ പേക്കോലങ്ങളുടെ ആക്രമണം. ഇതിൻ്റെ വീഡിയോ പകർത്തി സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പശു സംരക്ഷണത്തിൻ്റെ പേരിലുള്ള ആക്രമണവും കൊലപാതകവും വ്യാപകമായത്. 10 വർഷത്തിനിടയിൽ 60ഓളം കൊലപാതകങ്ങളും 300-ലധികം ആക്രമണങ്ങളും നടന്നുവെന്നാണ് കണക്കാക്കുന്നത്. അറിയപ്പെട്ട കണക്ക് മാത്രമാണിത്. അറിയപ്പെടാത്ത നിരവധി സംഭവങ്ങൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ അരങ്ങേറുന്നുണ്ട്. 2015-ൽ UPയിൽ BJPക്കാർ മുഹമ്മദ് അഖ്ലാഖ് എന്ന വൃദ്ധനെ വീട് കയറി ആക്രമിച്ച് കൊന്നതും മകനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചതും ഇന്ത്യ ആകെ ചർച്ച ചെയ്തതാണ്. വീട്ടിൽ പശുമാംസം സൂക്ഷിച്ചുവെന്നാരോപിച്ചായിരുന്നു ആക്രമണം. അന്വേഷണത്തിൽ പശുവിറച്ചിയല്ലെന്നും ആട്ടിറച്ചിയായിരുന്നുവെന്നും ബോധ്യമായി. പക്ഷേ കുടുംബത്തിന് നാടുവിടേണ്ടി വന്നു. 2017-ൽ രാജസ്ഥാനിൽ കാലികടത്ത് ആരോപിച്ച് പെഹ്ലു-ഖാനെ അടിച്ചു കൊന്ന സംഭവം കോളിളക്കം സൃഷ്ടിച്ചതാണ്. വളർത്തുന്നതിന് ജയ്പൂർ ചന്തയിൽ നിന്ന് കാലികളെ വാങ്ങി പോകുമ്പോഴാണ് കൊലയാളി സംഘം ചാടി വീണ് പെഹ്ലു-ഖാനെയും കൂടെ ഉണ്ടായിരുന്ന 2 മക്കളെയും ആക്രമിച്ചത്. ജാർഖണ്ഡിൽ 2 യുവാക്കളെ കൊന്ന് കെട്ടിത്തൂക്കിയതും ഗോസംരക്ഷണ സേന എന്ന സമൂഹവിരുദ്ധ സംഘമാണ്. എല്ലാ ആക്രമണങ്ങൾക്കും BJP സർക്കാരുകളുടെയും അവിടുത്തെ പോലീസിൻ്റെയും നിർലോഭ സഹായമുണ്ടാകും. ആക്രമണത്തിന് ഇരയാകുന്നവർക്കെതിരെ ഗോസംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കും. പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പും. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന പശു സംരക്ഷണ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് തന്നെ ആവശ്യപ്പെട്ടതാണ്. രാജസ്ഥാൻ, UP, ഹരിയാന സംസ്ഥാനങ്ങളുടെ നടപടികളെ നിശിതമായി വിമർശിക്കുകയും അക്രമം തടഞ്ഞില്ലെങ്കിൽ കോടതി ഇടപെടുമെന്നും 2018-ൽ പറഞ്ഞതാണ്. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ കോടതി വിധികൾക്കൊന്നും വിലയില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴും തുടരുന്ന കൊലപാതകം. ഹരിയാന മുഖ്യമന്ത്രി നയബ് സിംഗ് സൈനിയുടെ പ്രസ്താവന തന്നെ അക്രമം തുടരുമെന്നതിൻ്റെ സൂചനയാണ്. സംഭവം ദൗർഭാഗ്യകരമാണെങ്കിലും ഗോസംരക്ഷണത്തിന് വിട്ടുവീഴ്ചയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനുഷ്യനെ കൊന്നും മർദ്ദിച്ചും വർഗീയത പടർത്തി അധികാരം നിലനിർത്താനുള്ള BJPയുടെ അജണ്ടയാണ് നിലയ്ക്കാത്ത ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ.